നമസ്കാരം. ആപ്പിൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ഐഫോൺ മോഡലാണ് ഐഫോൺ സ്പെഷ്യൽ എഡിഷൻ 4 അഥവാ ഐഫോൺ SE 4. ഇത് 2025 മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന ഈ ഫോണിൽ ഉണ്ടാകുന്ന ഫീച്ചറുകളെ സംബന്ധിച്ചുള്ള ലീക്ക് റിപ്പോർട്ടുകളും ചർച്ചകളുമൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. മുമ്പ് വന്ന ഒരു ലീക്ക് റിപ്പോർട്ട് പ്രകാരം OLED ഡിസ്പ്ലേ സഹിതമാവും ഐഫോൺ SE 4 ആപ്പിൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഐഫോൺ SE 4ന്റെ പ്രത്യേകതകൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് ദക്ഷിണ കൊറിയയിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആപ്പിളിന്റെ ബജറ്റ് ഫ്രണ്ട്ലി ഐഫോൺ മോഡലുകളാണ് ഐഫോൺ സ്പെഷ്യൽ എഡിഷനുകൾ. എന്നാൽ ബജറ്റ് ഐഫോണുകളിലേക്കും ആപ്പിൾ ഇപ്പോൾ കൂടുതൽ മികച്ച ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലീക്ക് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. അതായത് ഐഫോൺ SE 4ന്റെ ക്യാമറകളുടെ കാര്യത്തിലും ആപ്പിൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അപ്ഗ്രേഡ് കൊണ്ടുവരികയാണ്. കൊറിയൻ സപ്ലൈ ചെയിനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഐഫോൺ SE 4ൽ ഐഫോൺ 16 മോഡലിൽ നിന്നുള്ള ക്യാമറകൾ ഉണ്ടാകുമെന്നാണ്. അതായത് 48 മെഗാ പിക്സൽ മെയിൻ റിയർ ക്യാമറയും 12 മെഗാ പിക്സൽ ട്രൂ ഡെപ്ത് ഫ്രണ്ട് ക്യാമറയും ഐഫോൺ SE 4ൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഐഫോൺ SE 4ലെ ക്യാമറ സജ്ജീകരണത്തിന് ഐഫോൺ 16 മോഡലിലെ ക്യാമറകളോടാണ് സാമ്യമെന്നും ഇത് ആപ്പിൾ ഫ്യൂഷൻ ലെൻസ് എന്ന് വിളിക്കുന്ന 48 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതെ സ്റ്റാൻഡേർഡ് 2x സൂം ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുമെന്നതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. ഐഫോൺ SE 4ലെ ക്യാമറകൾ നൽകുന്നത് കൊറിയ ആസ്ഥാനമായുള്ള LG ഇന്നോടെക് ആയിരിക്കുമെന്നും അതേപോലെ ഡിസ്പ്ലേ നൽകുന്നത് LG ഡിസ്പ്ലേയുമാണെന്ന് ETയുടെ ഉൾപ്പെടെ വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മുമ്പ് ഐഫോൺ SE 3ൽ പിൻ ക്യാമറ മാത്രമാണ് LG നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഫ്രണ്ട് ക്യാമറയും LG തന്നെയാകും നൽകുക. ഐഫോണുകളേക്കാൾ വിലക്കുറവിലാണ് ഐഫോൺ സ്പെഷ്യൽ എഡിഷൻ ഫോണുകൾ അവതരിപ്പിക്കുന്നത്. അതിനാൽ ഐഫോൺ SE 4ന് വേണ്ടി പുതിയ ക്യാമറകൾ വികസിപ്പിക്കുക എന്നത് ചിലവേറിയ കാര്യമാണ്. അതിനു പകരം നിലവിലുള്ള പാർട്സുകൾ ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലേക്ക് ആപ്പിൾ എത്തുകയായിരുന്നു എന്നാണ് സൂചന. LG ഇന്നോടെക്കിന്റെ വിയറ്റ്നാം പ്ലാന്റിൽ ഇതിനകം തന്നെ ക്യാമറ മൊഡ്യൂളുകളുടെ വൻ തോതിലുള്ള ഉൽപാദനം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഐഫോൺ 16ന്റെ ഫ്രണ്ട് ഷൂട്ടറിന്റെ റെസൊല്യൂഷനുമായി പൊരുത്തപ്പെടുന്ന 12 മെഗാ പിക്സൽ സെൻസർ ഫ്രണ്ട് ക്യാമറ ഐഫോൺ SE 4ൽ ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു ട്രൂ ഡെപ്ത് ക്യാമറയാണോ എന്ന് വ്യക്തമല്ല. അതേസമയം ഐഫോൺ SE 4ൽ ടച്ച് IDക്ക് പകരം ഫേസ് ID ഉപയോഗിക്കും എന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ എത്തിയിട്ടുണ്ട്. മുൻ ഐഫോൺ SE മോഡലുകളെ അപേക്ഷിച്ച് ഒട്ടേറെ അപ്ഗ്രേഡുകൾ ഐഫോൺ SE 4ൽ പ്രതീക്ഷിക്കാമെന്ന് ലീക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. LCD സ്ക്രീനുകൾക്ക് പകരം ഐഫോൺ 40യുടേതിന് സമാനമായ 6.06 ഇഞ്ച് OLED ഡിസ്പ്ലേ ഐഫോൺ SE 4ൽ അവതരിപ്പിക്കുമെന്നതാണ് അതിലേറെ ശ്രദ്ധേയമായ മാറ്റം. കൂടുതൽ തടസ്സമില്ലാത്ത ഓൾ സ്ക്രീൻ ഫ്രണ്ട് ഡിസൈൻ ആകും ഈ ഫോണിനുണ്ടാവുക. പുതിയ AI ഫീച്ചറുകളെ പിന്തുണയ്ക്കാൻ 8GB RAM, മ്യൂട്ട് സ്വിച്ചിന് പകരം ഒരു പുതിയ മൾട്ടി ഫങ്ഷണൽ ആക്ഷൻ ബട്ടൺ, USB-C പോർട്ട് എന്നിവയും പുതുതായി ഐഫോൺ SE 4ൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആപ്പിളിന്റെ സ്വന്തം 5G ചിപ്പ് ആയിരിക്കും എന്നതാണ് SE 4ന്റെ മറ്റൊരു ശ്രദ്ധേയ മാറ്റം. ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ 14ന്റെ ബാറ്ററിക്ക് സമാനമായ ബാറ്ററി ശേഷിയാകും വരാൻ പോകുന്ന SE 4 മോഡലിന് ലഭിക്കുന്നത്. ഏകദേശം $400, അതായത് 33,950 രൂപ വിലയിലാകും ഐഫോൺ സ്പെഷ്യൽ എഡിഷൻ ഫോൺ വിപണിയിൽ എത്തുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.